എന്തോ പറ്റി നിങ്ങൾക്ക്? വല്ലോ നഷ്ടപ്പെട്ടാ? കൈ പൈസ ഇല്ലേ? കുറച്ചു കൊല്ലം വേണമെങ്കിൽ ഞാൻ തരാം. പുറത്തു പോയി കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. നിങ്ങളിങ്ങനെ ഇരിക്കണായിട്ട് എനിക്ക് ഒരു രസവും ഇല്ല. നിങ്ങളെന്തെങ്കിലും നാവനയ്ക്ക് പറ മനുഷ്യ. ആ എങ്കിൽ അവിടെ ഇരുന്നു. ഇത് ഞാൻ കലക്കും. എന്താണച്ചാ? ഒന്നുമില്ലടാ. നീ എന്തെങ്കിലും പണിയിലാണോ? ഇല്ലച്ചാ, പറഞ്ഞോ. എടാ, ഒരു സംശയം ചോദിച്ചോട്ടെ. തെറ്റിദ്ധരിക്കുവാ. എന്ത് ഈ സംശയം? റീൽസൊക്കെ വൈറലാകുന്നത് എങ്ങനെ? അതോ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പുതുമയുള്ള കണ്ടന്റാണെങ്കിൽ വൈറലാവും. ഇതാണ് അച്ഛൻ്റെ സംശയം. ഈ പുതുമയുള്ള കണ്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ചിന്തിക്കണം, ആലോചിച്ച് കണ്ടുപിടിക്കണം. അച്ഛൻ്റെ ചാനൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 38. ബെസ്റ്റ്. പീതാംബര, ഒരൊറ്റ പാട്ട് മതി, വൈറലാവും. ചിലപ്പോ ഒരാളെ സഹായിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, അടുത്തിടെ ഒരു കാർമോറിൽ ലുലുമാളിൽ ഇന്റർവ്യൂവിന് പോയി വൈറലായത്. അതൊന്നും എങ്ങനെയൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല പീതാംബര. എവിടെയൊക്കെ ചാക്കോ? ടൗൺ വരെ. എന്താ വിശേഷം? അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ രാജമ്മ ചേച്ചിയുടെ മോനില്ലേ, ആ ഒരു തല്ലുകൊള്ളി, ഇന്നലെ അവനെ ടൗണിലിട്ട് കുറച്ചു പേര് തല്ലി. അയ്യോ. ഏതോ ഒരുത്തൻ അതെടുത്ത് എഫിലിട്ടു. ഇപ്പൊ അതെ അതങ്ങോട്ട് വൈറലായി. നിങ്ങളെന്താ ആലോചിച്ചേക്കണത്? ഏയ് ഒന്നുമില്ല. അങ്ങനെ തല്ലുകൊണ്ടാലും വൈറലാകുമല്ലേ? പിന്നില്ലേ, സഹോ വരണുണ്ടോ? ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഒരു അറിവ് കിട്ടിയേക്കണത്. ഞാനും വാങ്ങേ. വരാം. അല്ലടാ ചാക്കോ, ഒന്ന് വൈറലാകാൻ എന്തൊക്കെ ചെയ്യണം? ഓടി, ചാടി, പാട്ടുപാടി, ഡാൻസ് വരെ കളിച്ചു. വൈറലാവുന്നത് അത്ര വലിയ പ്രശ്നം എനിക്കറിയില്ല കേട്ടാ. താൻ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. സാഹചര്യം ഒന്ന് വീക്ഷിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചെറുപ്പം മുതലേ തല്ലുകൊള്ളണ ശീലം ഉണ്ടായിരുന്നു. സ്കൂളിൽ ചെന്നാൽ സാറന്മാർ തല്ലും, വീട്ടിൽ വന്ന അച്ഛനും ഞാനും കൂടി തല്ലും, കൂട്ടുകൂടിയ കൂട്ടുകാർ തല്ലും. എന്നാലും എല്ലാത്തിനും ഒരു പ്രയോജനം ഉണ്ടായല്ലോ. ദൈവത്തിന് നന്ദി. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ അവനത് നേടിയെടുക്കുമെന്ന്. അതിൻ്റെ ശ്രമം കൊച്ചിലെ മുതൽ ഞാൻ കണ്ടു തുടങ്ങിയതാണ്. ചെറുപ്പം പോലെ നല്ല തല്ലുകൊള്ളുന്ന സ്വഭാവം അവനുണ്ടായിരുന്നതാണ്. ഏതായാലും എല്ലാത്തിനും ഒരു പ്രയോജനം ഉണ്ടായില്ല. ദൈവത്തിന് നന്ദി. ശേ, എന്താ ഇനിയൊരു വഴി? ആ കിച്ചൂസിനൊന്ന് കാണാൻ പറ്റുമോ? അവൻ മെഡിക്കൽ കോളേജിൽ 4ാം നിലയിൽ ഐസിയുലാണ്. രക്ഷപ്പെടുന്ന ജനസംസാരം.
ഭഗവാനെ, ഇവിടെ ഓരോരുത്തർ തല്ലുകൊണ്ടുവരെ വൈറലാകുന്നു. ഞാനും ഇനി തല്ലുകൊള്ളാൻ പോവുക. എന്നെ ഒന്ന് വൈറലാക്കി തരണേ പ്ലീസ്. ഇയാൾക്ക് എന്താടോ വട്ടാണ് ഇയാൾക്ക്? വാടാ, വാ തുടങ്ങാടാ. ഒന്ന് പോടോന്ന്. ശ്ശോ, അതും പോയി. ഒറ്റൊരുത്തിന് വൈറലാകാൻ സമ്മതിക്കല്ല. നന്ദിയില്ലാത്ത ജന്തുക്കള്. പൊക്കോ. ഞാൻ വിട്ട്. ഇട്ട് ഇടടാ, ചീട്ടിടുന്ന്. എന്നാ ഇവിടെ കൊണ്ടുവാ. വേണുവിന്റെ കൈ കൊള്ളാലടാ. ഇതടിക്കണ മട്ടാണ്. ആടുതം കയറിയിരിക്കണ കണ്ടില്ലേ? ഇട്ട് കൊട്. എന്ത്? ഞാൻ വിട്ടടാ, ഞാൻ പോണു. ഞാനും പോണം. എന്ത്? ഇവന്മാരൊക്കെ പ്രതികരണശേഷിയില്ലാത്ത ചീട്ടുകളിക്കാരാ. ഒരുത്തനും ചൊവ്വല്ല. ഒരടിയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങൾ പ്രണയിക്കുകയോ വേറെ കല്യാണം കഴിക്കുകയോ എന്ത് വേണേലും ചെയ്തു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനായിട്ട് കേസിനോ വഴക്കിനോ ഒന്നും വരികയില്ല. ദേ സത്യം ചെയ്യുക, എന്ത് വേണേലും ചെയ്തു. ദൈവമേ, ഇതെന്തൊരു കഷ്ടം. ദൈവവിധിയായിരിക്കും. എനിക്ക് മാത്രം വൈറലാകാൻ പറ്റുന്നില്ല. ഇതും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. മകന്റെ ഇടികൊണ്ട് വൈറലാകാനാണ് യോഗമെങ്കിൽ. ഹരി, ഇപ്പോൾ നീ എവിടെ പോകുന്നു? ടൗൺ വരെ അമ്മയുടെ പ്രഷറിന്റെ ഗുളിക വാങ്ങാൻ. ഇപ്പോൾ നീ പോകണ്ട. വേണ്ട. ആചാരവെടിയൊക്കെ കാണുമോ? കാണും. പ്രോട്ടോകോൾ പ്രകാരം സ്ഥല MLA-യും MP-യും പങ്കെടുക്കണം. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും കൂടണം. എന്താണ് ചാക്കോ, നീ ആരുടെ കാര്യം പറയണ? മെഡിക്കൽ കോളേജിൽ ICUയിൽ കിടന്ന കിച്ചുവിന്റെ വെടി തീർന്നു. ഇത്രയും പ്രശസ്തനായ വ്യക്തിയുടെ അനുസ്മരണ ചടങ്ങിൽ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റൂ? അവൻ മരിച്ചോ? ചത്തെങ്കിലെന്താ, അവൻ വൈറലായില്ലേ?